അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുറാദി യാ മുറാദി യാ മുറാദി മുറാദി ഷാ ഖദീറുല്ലാ മുറാദി വശൗഖി അൻത യാ ഖുതുബസ്സമാനി വജൂദി മദ്ഹറുല്ലാഹി സുൽത്താനി. നമ്മുടെ കാലഘട്ടത്തിൽ ആത്മസംസ്കരണം എന്നത് സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആധുനിക കേരളത്തിൽ ഇസ്ലാമിക പാരമ്പര്യത്തിലും മാനവിക തത്വദീക്ഷയിലും ഊന്നിക്കൊണ്ട് കടന്നുവന്ന ഗുരുവര്യരായ വന്ദ്യരായ ഖുതുബുസ്സമാൻ ഡോക്ടർ ഷെയ്ഖ് സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിസ്തി മഹാനവറുകൾ തുടങ്ങിവെച്ച വിശുദ്ധമായ ജീലാനി ഷരീഫിൻ്റെ അങ്കണത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. ഈ സമയത്ത് സത്യം, നീതി, സമാധാനം തുടങ്ങിയ ഉജ്ജ്വലമായ ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ ആത്മീയ മാനവിക വൈജ്ഞാനിക സമ്മേളനത്തിൻ്റെ ഈ സംഗമത്തിൻ്റെ സുപ്രധാനമായ മറ്റൊരു തലമാണ് എനിക്കിവിടെ സംസാരിക്കാനുള്ളത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ സംഗമം ഏറ്റവും മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്ന കാര്യം ഒരേയൊരു സുൽത്താൻ ഹസ്രത്ത് ഇമാം അലി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവർകൾ ആരാണെന്നാണ്. ഈ കാലഘട്ടത്തിന് ഹസ്രത്ത് ഇമാം അലി അലൈഹിസ്സലാം ആരാണെന്നാണ്. ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ഹസ്രത്ത് ഇമാം അലി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകളുടെ പേര് പറയുമ്പോഴേക്ക് കുരുപൊട്ടുന്നത് ആരാണെന്നാണ്. ഈ സമ്മേളനം വെളിച്ചത്തിലേക്ക്, വിജ്ഞാനത്തിലേക്ക് വലിയൊരു വാതിലാണ് തുറന്നു വെച്ചിട്ടുള്ളത്. വെളിച്ചത്തിനെതിരെ മാറി നിൽക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളോട് ഏറ്റവും വലിയൊരു തുറിച്ചു നോട്ടം തന്നെയാണ് ഈ വൈജ്ഞാനിക മഹാസംഗമം. മൻ കുന്തു മൗലാഹു ഫഅലിയും മൗലാഹ് whomsoever master I am, Ali is his master. أنا مدينة العلم وعلي بابها فمن أراد العلم فليأت الباب. I am the city of knowledge and Ali is its gate. And whoever really seeks that kind of knowledge, അത്തരത്തിലുള്ള ഒരു നോളജ് ആർക്ക് വേണമോ അവർ ആ ബാബിലെത്തട്ടെ, ആ ഗേറ്റ് വേയിലെത്തട്ടെ എന്നത് വിശുദ്ധ പ്രവാചകന്റെ വചനമാണ്. അലിയും മിന്നി വ അന മിൻ അലി. അലി എന്നിൽ നിന്നുള്ളവനാണ്, ഞാൻ അലിയിൽ നിന്നുള്ളവനാണ്. ഇത് പ്രവാചകന്റെ വചനമാണ്, ഹദീസാണ്, സഹീഹായ ഹദീസാണ്. ലാ യുഹിബ്ബുക ഇല്ലാ മുഅ്മിൻ വലാ യുബ്ഗിദുക ഇല്ലാ മുനാഫിഖ്. നിന്നെ ഇഷ്ടം വെക്കുക മുഅ്മിൻ മാത്രമാണ്. കലർപ്പില്ലാത്ത വിശ്വാസം നെഞ്ചകങ്ങളിൽ കുടികൊള്ളുന്ന മുഅ്മിൻ മാത്രമേ ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളുടെ വക്താക്കളായി നിലകൊള്ളുകയുള്ളൂ. വലാ യുബ്ഗിദുക ഇല്ലാ മുനാഫിഖ്. കപടവിശ്വാസികൾക്ക് മാത്രമേ അലി എന്ന് കേൾക്കുമ്പോൾ കോമരമിളകുകയുള്ളൂ. ഇത്തരത്തിലാണ് ഹസ്രത്ത് ഇമാം അലി അലൈഹിസ്സലാം എങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് മദ്രസകളും ആയിരക്കണക്കിന് പണ്ഡിതന്മാരും നിരന്നാടുന്ന ഈ നാട്ടിൽ എന്തുകൊണ്ട് ഇമാം അലി അലൈഹിസ്സലാം ഇത്ര മഹാനായ ബഹുമാനപ്പെട്ട പ്രവാചക വിശുദ്ധ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രമേൽ അടിവരയിട്ട് പറഞ്ഞ വിശുദ്ധ വ്യക്തിത്വം, അറിവിന്റെ വിജ്ഞാനത്തിന്റെ കവാടമായ ഈ അലി മൗല റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്തുകൊണ്ട് നമുക്ക് പാടിത്തരുന്നില്ല, പറഞ്ഞു തരുന്നില്ല, പ്രസംഗങ്ങൾ അത് വരുന്നില്ല? 100 വർഷത്തോളമൊക്കെ ആയിട്ടുള്ളൂ ഇതൊന്നും പറ്റാതായിട്ട് നമ്മുടെ നാട്ടിൽ. ഈ നാട് ഒരുപാട് പാടിപ്പറഞ്ഞ, ഒരുപാട് പ്രകീർത്തിച്ച അലിയാർ തങ്ങളെയും അവിടുത്തെ കുടുംബത്തെയും അഹ്ലു ബൈത്തിനെയും സ്നേഹിച്ചതിന്റെ പേരിൽ ഈ നാട്ടിന്റെ നോമൻക്ലേച്ചറൽ കൾച്ചർ നോക്കിയാൽ മതി, പേരിടൽ സംസ്കാരം തന്നെ നോക്കിയാൽ മതി, ആ പേരിനോടുള്ള ഭവ്യത, അഭിമാനം, ആ ആനന്ദാതിരേകം ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നാട്ടിലെ സമുദായം വളർന്നിട്ടുള്ളത്. അതൊരു സാമുദായികതയുടെ ഭാഗമല്ല. നീതി എന്നതൊരു സമുദായത്തിന്റെ മാത്രം കുത്തകയല്ല. സത്യം എന്നതൊരു സമുദായത്തിന് മാത്രം പറയാനുള്ളതല്ല. കാരണം ബഹുമാനപ്പെട്ട അലിയും കറമല്ലാഹു വജ്ഹു പറയുന്നു, അന്നാസു സിൻഫാൻ ഇമ്മാ അഖുൽ ലക ഫിദ്ദീൻ വ ഇമ്മാ നളീറുൽ ലക ഫിൽ ഖൽഖ്. ജനങ്ങളെന്നാൽ 2 വിഭാഗമാണ്. ഒന്നുകിൽ അവർ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയധാരയിലെ അടുത്ത സഹോദരങ്ങളാണ്, അതല്ലെങ്കിൽ അവരെല്ലാവരും മനുഷ്യരെന്ന രീതിയിൽ
നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. ഈ ഒരു രണ്ടാലൊരു തരത്തിൽ മാത്രമാണ് വിഭജനമുള്ളൂ. അതെല്ലാം തന്നെയും മനുഷ്യരെന്ന മാനവികതയുടെ സന്ദേശം ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച ലോകത്തിൻ്റെ സുൽത്താനാണ് ബഹുമാനപ്പെട്ട അലിയും കറമല്ലാഹു വജ്ഹു. ഇങ്ങനെയുള്ള സുൽത്താൻ മഹാനവർകളെ ഈ ലോകത്തിന് പറയുക എന്നത് എങ്ങനെയാണ് മാറ്റിവെക്കൽ ഉണ്ടായത്? അതിനധികം കാലമൊന്നും ആയിട്ടില്ല. ആ വഴിയിലേക്കുള്ള ആത്മീയ സ്വാതന്ത്ര്യത്തിന് തടസ്സമിട്ട് പോയിട്ടുള്ള ആൾക്കാർ ചില ഫത്വക്കാരാണ്. അവർ തിട്ടൂരമായി ഇഷ്ടം പോലെ ഫത്വ ഇറക്കും. രാവിലെ എണീറ്റാൽ പല്ല് തേക്കുന്നുണ്ടെങ്കിൽ പല്ല് തേക്കുന്നതിന് മുമ്പായി തന്നെ ഫത്വ കൊടുക്കും. ഇങ്ങനെ ഫത്വ കൊടുത്ത് കളിക്കുന്ന ആൾക്കാർ ഇതിനെതിരെയും ഫത്വ കൊടുത്തിട്ടുണ്ട്. അവർ സ്വയം ആധികാരികമാണ്, പാണ്ഡിത്യമാണ് എന്ന് പറഞ്ഞ് സഭ കളിക്കലാണ്. ആധികാരിക പണ്ഡിത സഭ എന്ന് പറഞ്ഞുകൊണ്ട് ഫത്വ കൊടുത്ത് കളിക്കലാണ് അവരുടെ പണി. എക്കോ ചേംബറിന്റെ അകത്ത്, ഒരു പ്രതിധ്വനിക്കൂട്ടിന്റെ അകത്ത് സ്വയം കേട്ട് അഭിരമിക്കുന്ന, ആത്മരതിയിൽ ആറാടി കളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അവർ എന്ത് കേട്ടാലും ഫത്വ കൊടുക്കും. ആ ഫത്വ കേട്ട ആൾക്കാർ അങ്ങ് മിണ്ടാതിരിക്കുമെന്നാണ് വിചാരിച്ചത്. അതുപോലെ ഈ ലോകത്തിന് സത്യത്തിന്റെ മഹാനായ ഇമാം അലിയും കറമല്ലാഹു വജ്ഹു മഹാനവർകളുടെ വഴി കാണിച്ചു കൊടുക്കാൻ കടന്നു വന്ന ഖുതുബുസ്സമാൻ മഹാനവർകളുടെ തൗഹീദിന്റെ, വിശുദ്ധ തൗഹീദിന്റെ പ്രസ്ഥാനത്തെ ഒരു ഫത്വ കൊണ്ടൊന്ന് പേടിപ്പിക്കാമെന്ന് 2006 വിചാരിച്ചിരുന്നു. ഇന്ന് 2026 1-ാം ദിനമാണ്. 20 കൊല്ലം കടക്കുന്നു. ഈ ജീലാനി ഷെരീഫിലേക്ക് ഇന്ന് ഓരോ മാസവും ആദ്യത്തെ ഞായറാഴ്ച ഇവിടെ സലാത്ത് നടക്കുന്നുണ്ട്. ഇവിടെ ഓരോ ദിവസവും കടന്നു വരുന്നുണ്ട് ആളുകൾ. അവർക്ക് പല ഭാഷയിലാണ് പേരുകൾ. അവർ തമ്മിൽ ഉള്ള പുഞ്ചിരി എന്ന് പറയുന്നത് വെസ്റ്റഡ് ഇൻട്രസ്റ്റോട് കൂടിയുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, സ്നേഹത്തിന്റെ പുഞ്ചിരി കൈമാറുന്ന അങ്ങനെ ഒരു ഇടമാണിത്. ഈ എത്തുന്ന സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ 2006 ശേഷമുള്ള ആൾക്കാരാണ്. ഇവിടെയുള്ള കൂടുതൽ ആൾക്കാരും. ഫത്വ എവിടെ പോയി? ഒന്ന് വീതം 2 നേരം ഫത്വ കൊടുത്ത് കളിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കട ഫത്വ. ബഹുമാനപ്പെട്ട ഇമാം അലിയും കറമല്ലാഹു വജ്ഹു തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഷിയ എന്ന് ചാപ്പ കുത്തുന്നവരോട് പറയുന്നു, കുത്തട ചാപ്പ, അടിക്കട ചാപ്പ. അലിയാർ തങ്ങളെ പറയുക എന്നത് ഈമാൻ എന്നത്, വിശ്വാസം എന്നത് രൂഢമൂലമായ ആളുകൾക്ക് അലി എന്നത് തന്നെയാണ് നേതാവ്. അത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് അലിയാർ തങ്ങൾ ആരാണെന്ന് കണ്ടറിഞ്ഞ് ജീവിച്ച് കാണിച്ചു തരുന്ന ബഹുമാനപ്പെട്ട നായിബ് ഖുതുബുസ്സമാൻ ഡോക്ടർ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹ് ഖാദിരി ചിസ്തി മഹാനവർകളാണ്. അവിടെ നിന്ന് തുറന്നു വെച്ച വിജ്ഞാനത്തിന്റെ വാതിലാണ് നിസാമിയ വിദ്യാ സംരംഭങ്ങൾ ഓരോന്നും. ഫത്വകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. ഞാൻ വായിക്കാം, വേണമെങ്കിൽ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഒറ്റൊന്ന് വേണമെങ്കിൽ ഫത്വയുടെ നിലവാരം എന്നൊക്കെ മനസ്സിലായി. ഫത്വ എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യ രാജ്യം ബ്രിട്ടീഷിന്റെ കീഴിൽ, ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ കീഴിൽ പാരതന്ത്ര്യത്തിന്റെ പിടിക്കൂട്ടിൽ അമർന്നു കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ജാതി മതഭേദങ്ങൾക്ക് അതീതമായി വിമോചനത്തിന് വേണ്ടി ഒത്തുചേർന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ചെരുപ്പ് നക്കുകളായി നീങ്ങിയ ആളുകളുടെ ഒരു ഫത്വയാണ്. നമ്മുടെ ഇന്ത്യ വൈസ്രോയി ഇർവിൻ പ്രഭു അവർകളും പത്നിയും സർക്കീറ്റിൽ നിന്ന് മടങ്ങി ഡൽഹി പട്ടണത്തിൽ പ്രവേശിക്കുന്ന അവസരത്തിൽ ഏതോ ദുഷ്ടന്മാർ ബോംബ് പ്രയോഗിച്ചതിൽ ഈ യോഗം വ്യസനിക്കുകയും ഭാഗ്യവശാൽ യാതൊന്നും ഫലിക്കാതെ പോയതിൽ അളവറ്റ സന്തോഷത്തെ വെളിവാക്കുകയും ചെയ്യുന്നു. 1930 ഫത്വയാണത്. ബ്രിട്ടീഷ് കക്ഷി ചേർന്നവർക്ക് മാത്രമേ ഈ സംഘടനയിൽ അംഗത്വമുള്ളൂ എന്ന് പറയുന്ന സംഗതി ഞാൻ ഓരോന്നായിട്ട് വായിക്കുന്നില്ല. ഇങ്ങനെ നോക്കുമ്പോൾ ഈ നാടിനെ ഒറ്റുകൊടുത്ത് അതിൻ്റെയൊക്കെ പേരിൽ ഫത്വ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ 1947 ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന സംഗതി, ഓഗസ്റ്റ് 15 ആവുന്ന സമയത്ത് ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും രാജ്യസ്നേഹം കുടികൊള്ളും. അത്തരത്തിൽ കാര്യങ്ങൾ പറയുന്ന സമയത്ത് സ്വാതന്ത്ര്യ സമരം നടത്തിയത് ഈ മലബാർ കലാപം എന്ന് പറഞ്ഞുകൊണ്ട് ചാപ്പ കുത്തപ്പെട്ട ആ സ്വാതന്ത്ര്യ സമരങ്ങളെ മുഴുവൻ മണ്ടത്തരമായിരുന്നെന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിരുന്നു. ഈ പറയുന്ന കോഴിക്കോടൻ ശരീഅത്തുകാരുടെ നേതാവ്, ജനറൽ സെക്രട്ടറി, ഒരു ചേളാരി ശരീഅത്തുകാരുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതാണ് സ്വാതന്ത്ര്യ സമരം മണ്ടത്തരമായിരുന്നു. കൊടുക്കട്ടെ ഫത്വ, അങ്ങനെ കൊടുത്തൊരു ഫത്വയാണ്
സുൽത്താൻ്റെ വഴി ശരിയല്ല എന്നുള്ളത്. വേണ്ട, ആ ഫത്വക്കാർ എത്ര കുറ്റം പറഞ്ഞാലും അതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഈ കൂടി നിൽക്കുന്ന ആളുകൾ തന്നെയാണ് സത്യം. എന്തുകൊണ്ടാണ് അവിടെയുള്ള വലിയ വലിയ പോസ്റ്റിലുള്ള ആൾക്കാർ തലയിൽ മുണ്ടിട്ട് മൂടിക്കൊണ്ട് ഇവിടെ കാണാൻ വരുന്നത്? മഹാനവറുകൾ അടുത്ത് വന്നുകൊണ്ട് പരിഹാരം അവിടുന്ന് കിട്ടുന്നില്ല. പ്രസംഗിക്കാൻ അവർ വേദി കൊടുക്കുമായിരിക്കും, ജോലിക്കായിട്ട് മദ്രസകൾ ഒഴിഞ്ഞു കൊടുക്കുമായിരിക്കും. ആത്മീയമായിട്ടുള്ള ഉന്നതിയോ മരണസമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു വഴിയോ കൊടുക്കുന്ന ഒരാളെ പറയൂ, ഒരു നേതാവിനെ പറയൂ ഞാൻ കൊടുക്കുമെന്ന്. നമ്മളെ നാട്ടിൽ പൊതുവേ 100 വയസ്സൊക്കെ ആവണ സമയത്ത് ചന്നിയായി തുടങ്ങും, അത്തും പിത്തുമായി തുടങ്ങും. അങ്ങനെ പലതും പറയുന്നുണ്ട്. ഈ അടുത്തൊരുത്തന് കയറിയിട്ട് ഒരു ഫത്വ കൊടുത്തിട്ടുണ്ട്, പിന്നെ അവരെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങളെ കണ്ണ് എവിടെയാണെന്നാണ് ചോദിക്കാനുള്ളത്. നിങ്ങളല്ല ഇവിടെ വിഷയം, നിങ്ങളെ നോക്കിയിട്ടല്ല നടക്കുന്നത്. കൊല്ലം 100 ആയതുകൊണ്ടൊന്നും കാര്യമില്ല, അതുമേലൊന്നുമല്ല കളിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. ഈ പണ്ഡിതരിൽ എന്ന് പറയുന്ന, അതല്ലെങ്കിൽ സ്വയം ആധികാരികത ചമഞ്ഞ് നടക്കുന്ന, സ്വയമാണ് ഇത് വിധിച്ചിട്ടുള്ളത്. ആരാണ് ഇവിടെ ആരാണ് നിങ്ങളെ പണ്ഡിതരാക്കിയത്? തുക്കിടി സാഹിബോ, ലോകൻ സാഹിബോ? നിങ്ങൾ ആരാണ് ഈ ആധികാരികത നിങ്ങൾക്ക് പതിച്ചു നൽകിയത്? ആരാണ് ഈ പറയുന്ന ആധികാരികത? പണ്ഡിത സഭ എന്ന് പറയുന്ന ആൾക്കാർ അതിൻ്റെ ആധികാരികതയും നിങ്ങളുടെ അസിൽ നോക്കിക്കഴിഞ്ഞാൽ 100 കൊല്ലത്തിൻ്റെ അപ്പുറത്ത് ഇപ്പറയുന്ന തരം ആൾക്കാർ, ഖാൻ ബഹദൂർമാരുടെ മടിത്തട്ടിൽ അഭിരമിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ? നിങ്ങളുടെ എത്ര സമ്മേളനങ്ങൾ, എത്ര യോഗങ്ങൾ ഖാൻ ബഹദൂർമാരുടെ വീട്ടിലിരുന്ന് ചായ സൽക്കാരങ്ങളായി മാറിയിരുന്നു. പിൽക്കാലത്ത് അത് ഔലിയാക്കളുടെ സഭ എന്നാണ് നിങ്ങൾ പറയാറുള്ളത്. ഏത് വലിയാണ്? പേര് പറയൂ. ഔലിയാക്കൾ തുടങ്ങിയ സഭ എന്നാണെങ്കിൽ പറയൂ ആ വലിയൻ്റെ പേര്. ആരാണ് ആ വലിയ ഔലിയാക്കൾ തുടങ്ങിയ സഭ എന്ന് പറയുന്നുണ്ടെങ്കിൽ പറയൂ ആ വലിയന്റെ പേര്. ഞങ്ങൾ പറയുന്നു 100 കൊല്ലമായിട്ടുണ്ടെങ്കിൽ ആ 100 കൊല്ലത്തിന്റെ അപ്പുറത്ത് ഉള്ളതെല്ലാം ഇതുപോലുള്ള തുക്കിടി സാഹിബന്മാരും അതുപോലുള്ള ഖാൻ ബഹദൂർമാരും മാത്രമാണ്. ഞങ്ങൾ വരുന്നത്, ഞങ്ങളുടെ അസൽ എന്ന് പറയുന്നത് 1400 വർഷങ്ങൾക്ക് അപ്പുറത്തോട്ട് പോയിട്ടുള്ളതാ. ആഘോഷം അതിൻ്റെതാണ്. 1400-ന്റെ അടുത്ത് 100 കളിക്കാൻ നിൽക്കണ്ട. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ദൈവം ഭൂമിയിൽ ഒരു പ്രതിനിധിയെ വെച്ചുകൊണ്ടാണ് ദൈവിക താല്പര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. മതങ്ങൾ ഏതായാലും, ഏതു മതമായാലും, ഏതു മതത്തിൻ്റെയും തത്വങ്ങൾ അധിഷ്ഠിതമായി നോക്കിയാൽ ഈ പ്രാതിനിധ്യത്തിലൂടെയാണ് ദൈവിക വെളിച്ചം ലോകത്ത് കൈമാറുന്നത് എന്ന സത്യം അംഗീകരിക്കുന്നുണ്ട്. അത് ഉപനിഷത്ത് യാഥാർത്ഥ്യങ്ങളാണെങ്കിലും ബൃഹദാരണ്യക ഉപനിഷത്തിൻ്റെ അകത്ത് വെളിച്ചത്തെക്കുറിച്ച് പറയുന്നില്ലേ? ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വെളിച്ചത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ലേ? ആ 100-ന്റെ കഥയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ 100 ആദ്യമായിട്ട് ദൈവം സൃഷ്ടിച്ച 100 വെളിച്ചം, ആ വെളിച്ചത്തിൻ്റെ പ്രതിനിധിയാണ്. ആ വെളിച്ചത്തെ വാഴ്ത്തിക്കൊണ്ടാണ് ആദ്യത്തെ മനുഷ്യനായ ആൾ, ആദ്യത്തെ പ്രതിനിധി, ആദ്യത്തെ പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാം കടന്നു വരുന്നത്. അങ്ങനെ പ്രതിനിധികൾ സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രവാചകരിലെത്തുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടെ നിലക്കുകയാണോ ദൈവം മനുഷ്യരുമായുള്ള സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ആ കണക്ഷൻ, ആ ബന്ധം? നിൽക്കുന്നില്ല. ദൈവത്തിൻ്റെ കാരുണ്യം സർവ്വകാലത്തേക്കും സർവ്വ മനുഷ്യർക്കുമുള്ളതാണ്. അതിന് തടയിടാൻ ഒരു സഭക്കാരൻ തലപ്പാവ് കെട്ടി ഇറങ്ങിയതുകൊണ്ട് സാധിക്കില്ല. കാരണം ആദ്യമായിട്ട് അങ്ങനെ ദൈവം ഒരു പ്രതിനിധിയെ വെക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിൽ പറയുന്നതാണ്. അത് അൽ-ബഖറ സൂറത്തിലുള്ളതല്ലേ? അത് അവിടെ മാത്രമല്ല, വീണ്ടും വീണ്ടും എത്ര സ്ഥലങ്ങളിലുണ്ട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അള്ളാഹു പറയുന്നു എൻ്റെ പ്രതിനിധിക്ക് വേണ്ടി സുജൂദ് ചെയ്യൂ. അപ്പോ എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. ആ സമയത്ത് ഇബ്ലീസ് മാത്രം, ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, അവൻ മാത്രം സാഷ്ടാംഗം നമിച്ചില്ല. ഞാനിവിടെ ഉണ്ടല്ലോ, ഞാനൊരു ആധികാരിക പണ്ഡിതനാണല്ലോ, ഞാനൊരു സഭാധികാരിയാണല്ലോ, ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യും? ചെയ്തില്ല. വകാന മിനൽ കാഫിരീൻ, അവനാണ് പിഴച്ചവൻ. അത് ഫിർഔനായിട്ട് അബൂജഹലായിട്ടൊക്കെ കടന്നു വന്നിട്ടുണ്ട്. നമ്മളെ ഈ നാട്ടിലുള്ള സാധാരണ ഈ പറയുന്ന ആൾക്കാർ തുടങ്ങി വെച്ച വിദ്യാലയങ്ങൾക്കകത്ത്, അതല്ലെങ്കിൽ അവരുടെ ടെക്സ്റ്റ് ബുക്കുകൾക്കകത്ത് പറഞ്ഞു തരുന്ന അബൂജഹലിനെ മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. എന്നാൽ അവരൊക്കെ പണ്ഡിത സഭകളായിരുന്നു, അവർക്കൊക്കെ മുശാവറക്കുണ്ടായിരുന്നു.
അന്നത്തെ സുൽത്താനെ എതിർക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരുന്നായിരുന്നു അവര്. കാരണങ്ങൾ 1000 കണ്ടെത്തിയിരുന്നു. ഓർത്തു വെച്ചോളൂ, അന്ന് മാത്രമല്ല ബദരീങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് ഈ ആധികാരികതയും പ്രശ്നങ്ങളും ഒക്കെ തലക്ക് പിടിച്ച് അലി വിരുദ്ധതയുടെ വക്താക്കളായി നീങ്ങാൻ ശ്രമിക്കണ്ട. അലിയാർ തങ്ങൾ ഹക്കിന്റെ വക്താവാണ്. ഹക്ക് അലിയുടെ കൂടെയാണ്, അലി ഹക്കിന്റെ കൂടെയാണെന്നത് ഹദീസാണ്, അതും മറക്കണ്ട. അതുകൊണ്ട് അലി എന്ന് പാടിയാൽ, അലി എന്ന് പ്രസംഗിച്ചാൽ, അതിനെ ഷിയ എന്ന് ചാപ്പ കുത്തിയാൽ ആൾക്കാരങ്ങ് പേടിച്ചും മാളത്തിൽ ഒളിക്കും എന്നതൊക്കെ കുറച്ച് കാലം മുമ്പുണ്ടായിരുന്നു. 2006 നിങ്ങളൊരു ഫത്വ ഇറക്കിയതിന് ശേഷം പിന്നെ അങ്ങനെ പണ്ട് മാളത്തിൽ ഒളിച്ചവർക്കൊക്കെ തിരിച്ചു വരാൻ പറ്റി. സുൽത്താനെ തൊടാൻ കിട്ടിയിട്ടില്ല. ഫത്വ ഇറക്കി, തിരുത്തിച്ചു. ഹിജ്റ 800 ശേഷം തെർബിയത്ത് മുറിഞ്ഞു എന്ന് പറയുന്ന ആൾക്കാർ, മാളത്തിലാണ്, പൊത്തിലാണ്, കിബിരീത്തുൽ അഹ്മറാണെന്ന് പറഞ്ഞ ആൾക്കാർ പിന്നീട് സ്വയം ഹോൾസെയിലായിട്ട് കൊടുക്കാൻ തുടങ്ങി. ഞങ്ങൾ തന്നെ ഇങ്ങോട്ടുള്ള കുത്തൊഴുക്ക് അത് തടയാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 100 മജ്‌ലിസ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് തടുക്കാൻ നോക്കി. ഞാൻ അതിൽ പങ്കെടുത്തുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വരുന്ന ആൾക്കാർ വീണ്ടും ഉണ്ടായി. അതുകൊണ്ടും തടുക്കാൻ കഴിയാത്ത സമയത്താണ് സംഘടനയാണ് യഥാർത്ഥത്തിൽ ഷെയ്ഖ് എന്ന് പറഞ്ഞു. എവിടെ എത്തി? സത്യവിരുദ്ധമായി നീങ്ങിയതിന് നിങ്ങളെ ഈ മലക്കം മറിയിച്ചതുണ്ടല്ലോ, നിങ്ങൾ മലക്കം മറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. നിങ്ങളുടെ രോഗം ഫസാദഹുമുല്ലാഹു മറള എന്ന് പറഞ്ഞില്ലേ? ഹൃദയത്തിനകത്ത്, ആത്മാവിനകത്ത് രോഗമുള്ളവർക്ക്, ദൈവപ്രതിനിധിക്കെതിരെ കോപം സൂക്ഷിക്കുന്നവർക്ക് മനസ്സിൽ ആ രോഗം വളർത്തി കൊടുത്തുകൊണ്ടിരിക്കും ദൈവമെന്ന് ദൈവവാക്യമാണ്, വിശുദ്ധ ഖുർആന്റെ വചനമാണ്, മറക്കണ്ട. നിങ്ങളെ ഈ മലക്കം മറിയിച്ചത് തിരുത്തുകളുടെ സുൽത്താൻ തന്നെയാണ്. അതുകൊണ്ട് ഊന്നി പറയാനുള്ളത്, ബഹുമാനപ്പെട്ട അലിയും കറമല്ലാഹു വജ്ഹു തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദന അലിയും കറമല്ലാഹു വജ്ഹു തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മഹാനവർകൾ അനവധി തവണ നമുക്ക് മുമ്പിൽ ഓതി തന്നിട്ടുള്ള ഹദീസാണത്. യൂശകു അൻ യഅതി അലന്നാസി സമാൻ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദുഹും ആമിറ വഹിയ ഖറാബുൻ മിനൽ ഹുദാ ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന വഫീഹിം തഊദ്. ഇത് ഇമാം അലി കറമല്ലാഹു വജ്ഹുഹു മഹാനവർകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. അർത്ഥം ഒന്ന് പറയാം. അന്ത്യകാലം വരുമ്പോൾ, യൂശകു അൻ യഅതി അലന്നാസി സമാൻ, അന്ത്യകാലം വരും, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, ഇസ്ലാം എന്നതിൻ്റെ നാമം മാത്രം ബാക്കിയാവും. കോലങ്ങൾ, സഭകൾ, അതിൻ്റെ പേരിലുള്ള നിത്യ നിശാപ്രഭാഷണങ്ങൾ ഒക്കെയും വ്യാപിക്കുമായിരിക്കും. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഖുർആനിൽ നിന്ന് അതിൻ്റെ വാക്യങ്ങൾ മാത്രം അവശേഷിക്കും, അതൊരു ചര്യയായി നിലനിൽക്കില്ല. മസാജിദുഹും ആമിറ വഹിയ ഖറാബും മിനൽ ഹുദ, അവരുടെ പള്ളികൾ അലങ്കരിച്ച് ചമഞ്ഞ് ചാരിയിരിക്കും. വഹിയ ഖറാബും മിനൽ ഹുദ, സന്മാർഗത്തിന്റെ കേന്ദ്രങ്ങളല്ലാതെ മാറിപ്പോകും. ഉലമാഉഹും ശർറു മിൻ തഹ്ത അദീമിസ് സമാ, ആകാശമേലാപ്പിന് കീഴിലെ ഏറ്റവും പിഴച്ചവർ അക്കാലത്തെ പണ്ഡിത സഭകളായിരിക്കുമെന്ന് പറയുന്നത് ഹസ്രത്ത് ഇമാം അലി കറമല്ലാഹു വജ്ഹു മഹാനവർകളാണ്. സഹീഹായ ഹദീസാണ്. മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന വഫീഹിം തഊദ്, അവരിൽ നിന്നാണ് ഫിത്ന പുറപ്പെടുക, കരുതിയിരിക്കുക. വഫീഹിം തഊദ്, അത് അവരെയും കൊണ്ടേ പോവുകയുള്ളൂ. പറഞ്ഞതാരാണ്? ഒരേയൊരു സുൽത്താൻ, ഹസ്രത്ത് ഇമാം അലി. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കാലം വരുന്ന സമയത്തേക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഓർത്തുവെക്കുക. അതും ബഹുമാനപ്പെട്ട തിരുപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ് ലാ യളുറുഹും മൻ ഖദലഹും ഹത്താ യഅതിയ അംറുല്ലാഹ് വഹും കദാലിക്. അന്ത്യകാലത്ത് ഒരു ടീം വരുന്നുണ്ട്. എൻ്റെ ഉമ്മത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട അലിയുടെ കവാടത്തിൽ നിന്ന് ഇൽമു നുകർന്ന ബഹുമാനപ്പെട്ട നായിബ് ഖുതുബുസ്സമാൻ ഡോക്ടർ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹ് ഖാദിരി ചിസ്തി മഹാനവർകൾ ഉയർത്തിപ്പിടിക്കുന്ന വെളിച്ചത്തിന്റെ ഗോപുരത്തിന്റെ കീഴിൽ അണിനിരന്ന ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്.
ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം വരും, ളാഹിരീന അലൽ ഹഖ്, സത്യത്തിൻ്റെ മേലിലാണ് അവർ നിലകൊള്ളുക. മുശ്രിക്കൂൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഊതിക്കെടുത്താൻ വായ കൊണ്ട് വെളിച്ചത്തിൻ്റെ കേന്ദ്രത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നവർ അറിഞ്ഞിരിക്കുക, അള്ളാഹു പൂർത്തീകരിക്കാൻ വിചാരിച്ചതാണ് അവൻ്റെ നൂർ, നൂറുൻ അലാ നൂർ എന്ന് പറയുന്ന ആ നൂർ റബ്ബിൻ്റെതാണ്, റബ്ബിൻ്റെ പ്രേമഭാജനമായ പ്രവാചകൻ്റേതാണ്. അന മദീനത്തുൽ ഇൽം, ഐ ആം ദ സിറ്റി ഓഫ് നോളജ്, അലിയും ബാബുഹ, ആൻഡ് അലി ഈസ് ഇറ്റ്സ് ഗേറ്റ്. നിസാമിയ മദ്രസയുടെ ടാഗ്ലൈൻ ഓർത്തുവെക്കുക, ഗേറ്റ് വേ ടു നോളജ്. ഹസ്രത്ത് ഇമാം അലി, നായിബ് ഖുതുബുസ്സമാൻ ഡോക്ടർ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹ് ഖാദിരി ചിസ്തി ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്, വെളിച്ചം വേണോ അങ്ങോട്ട് തന്നെ വരണം, അതുമാത്രമാണ് വഴി. വമൻ അറാദൽ ഇൽമ ഫല്യഅ്തിൽ ബാബ്, ആ ഹദീസിന്റെ ബാക്കി ഭാഗമാണത്. ഇൽമെന്ന് നിങ്ങൾ നിർവചിക്കുന്നത് നിങ്ങൾ കൂടിയിട്ടുള്ള ഒരു കാര്യമല്ല. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ഏതെങ്കിലും 4 ആൾ കൂടിയിരുന്ന് ഒരു 4 വരി വെച്ചതുകൊണ്ട്, ഒരു ഫത്വ തിട്ടൂരം ഇറക്കിയത് കൊണ്ട് തടുത്ത് നിർത്താനാവില്ല. ഇമാം അലി കറമല്ലാഹു വജ്ഹു തങ്ങൾ അവർകളുടെ ദുൽഫിഖാറിൻ്റെ മൂർച്ച ചരിത്രത്തിനറിയാം, തടുത്ത് നിർത്താനാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അവസാന കാലത്ത് അങ്ങനെ കടന്നു വരുന്ന ഒരേ ഒരു സുൽത്താനാണിത്. അങ്ങനെ ആ ജന്മദിനം ലോകത്തോട് ആഘോഷിക്കാൻ പറയുന്നത് ഈമാനിനോടുള്ള ആനന്ദാതിരേകമാണ്, ആ അഭിനിവേശമാണ്, ആ എക്സ്റ്റസിയാണ്. അത് പറയും. കുറച്ചു മുമ്പ് ജീലാനി ഷെരീഫിൻ്റെ ഫൗണ്ടറായ ജീലാനി ട്രസ്റ്റിൻ്റെ, മാനവികതയുടെ കേന്ദ്രമായ ജീലാനി ട്രസ്റ്റിൻ്റെ സ്ഥാപകനായ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മഹാനവർകൾ തുറന്നു പ്രഖ്യാപിച്ചിട്ടില്ലേ, നമ്മളുടെ അലിയാർ തങ്ങളോടാണ്. ആർക്കെങ്കിലും ഷിയാക്കാനുണ്ടെങ്കിൽ ആക്കിക്കോളൂ, നിങ്ങൾ പണിയായിട്ട് പോയിക്കോളൂ എന്നുള്ളത്. ഇൽമതാണെന്ന് വിചാരിച്ചിട്ട്, നിങ്ങൾ ഇൽമിൻ്റെ ആൾക്കാരാണെന്ന് വിചാരിച്ച് എന്തെങ്കിലും കളി നടത്തിയതുകൊണ്ട് കാര്യമില്ല. അതിനേക്കാളും വലിയ ഡീപ് സീക്ക് മുസ്ലിയാരും അതല്ലെങ്കിൽ ജമിനി സക്കാഫിയൊക്കെ വാഴുന്ന കാലത്ത് വേറെ ചാറ്റ് GPT പൈസയായിട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല. അതുള്ള സമയത്ത് പിന്നെ ആ കളിക്കുന്ന കളിയല്ലേ കളിക്കുന്നുള്ളൂ. അതിനപ്പുറത്ത് ആത്മാവുമായി ബന്ധമുള്ള, ഹൃദയവുമായി ബന്ധമുള്ള എന്ത് കാര്യമാണ് കളിക്കുന്നത്? അതുകൊണ്ടാണ് ഖുതുബുസ്സമാൻ മഹാനവർകൾ ഓർമ്മപ്പെടുത്തിയ ആ കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇടപാട് അലിയാർ തങ്ങളോടാണ് നമ്മുടേത്. അതേ സത്യത്തിൻ്റെ വക്താവായ ബഹുമാനപ്പെട്ട നായിബ് ഖുതുബുസ്സമാൻ ഡോക്ടർ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹ് ഖാദിരി ചിസ്തി ഉറക്കെ പ്രഖ്യാപിച്ച ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മീയ സ്വാതന്ത്ര്യം അത് എല്ലാ മനുഷ്യരുടെയും ജന്മനായുള്ള അവകാശമാണ്. ഇത് അവിടുന്ന് പ്രഖ്യാപിച്ചതാണ്. അവിടുത്തെ മുഖപത്രമായ സത്യസന്ദേശത്തിൻ്റെ കവറിൽ പ്രത്യേകമായിട്ട് ജനങ്ങളെ അറിയിച്ചതാണ്. ആത്മീയ സ്വാതന്ത്ര്യം അത് എല്ലാ ജനങ്ങളുടെയും അവകാശമാണ്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷമാണിത്. സത്യത്തിൻ്റെ ആഘോഷം, നീതിയുടെ ആഘോഷം. സമാധാനത്തിൻ്റെ ഈ സംഗമത്തിന് നിസാമിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഗുരുകുലം നിസാമിയയുടെയും നിസാമിയ മദ്രസയുടെയും പേരിൽ ഒരുപാട് ഭാവുകങ്ങൾ നേരുന്നു. എത്തിയ എല്ലാവർക്കും, ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന വൈജ്ഞാനിക മാനവിക ആത്മീയ സംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ജയ് നിസാമിയ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.